ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 102-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു വചന കേൾവിയിലേക്ക്. നാം 9-ാം അധ്യായത്തിൻ്റെ സമാപന സന്ദേശത്തിലേക്ക് വരികയാണ്. ഞാൻ ഇന്ന് പറയാൻ കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുള്ളത് ശൗലിനോടുള്ള ബന്ധത്തിലും ശമൂവേലിനോടുള്ള ബന്ധത്തിലും ദൈവശബ്ദം കേൾക്കുവാനുള്ള ഉത്തമമായ 3 മാതൃകകൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 26-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുവൻ താല്പര്യപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഒരു നല്ല കാര്യമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അരുണോദയത്തിങ്കൽ എഴുന്നേൽക്കണം, അതിരാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇത് ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, രാവിലെ ഞാൻ അങ്ങയ്ക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ജീവിതത്തിൻ്റെ ആദ്യ സമയങ്ങൾ, ഒരു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ഒരുവന് രാത്രിയിൽ പിശാചിൻ്റെ മുഖം കാണേണ്ടി വരികയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തിരുവചനത്തിൽ നമുക്കതിൻ്റെ മാതൃകയാണ് കാണുവാൻ കഴിയുന്നത്. ഉത്തമ ഭക്തന്മാർ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ മുഖം തേടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം വ്യത്യാസമായി കഴിഞ്ഞു. ഒരു കാലഘട്ടങ്ങളിൽ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ഉഷകാലം നാം എഴുന്നേൽക്കുക തുടങ്ങിയ പാട്ടുകളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉയർന്നു കേൾക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും പ്രഭാതത്തിൽ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ നിന്നുപോയിരിക്കുന്നു. പലയിടങ്ങളിലും അതെല്ലാം ഓർമ്മകളായി മാത്രം മാറുകയാണ്. വ്യക്തിപരമായി ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ പ്രഭാതങ്ങളിൽ സമയം ചിലവഴിക്കുവാൻ പലർക്കും ഇന്ന് സമയമില്ല. വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങനെയുള്ള ഒരാളോട് സംസാരിപ്പാൻ ദൈവത്തിനും മനസ്സില്ല. വേദപുസ്തകം പഠിച്ചു നോക്കിയാൽ രാവിലെ പ്രഭാതത്തിൽ ഒരു ദിവസത്തിൻ്റെ ആദ്യ സമയത്ത് ജീവിതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ കർത്താവിനോടൊപ്പം ഇരുന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവണം. അതാണ് ഇവിടെ കാണുന്നത്. അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു. രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 27-ാം വാക്യത്തിലാണ്. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഇവിടെ കൂടെയുള്ളതിനെയും കൂടെയുള്ളവരെയും മാറ്റി തനിയെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നിൽക്കുന്ന അനുഭവം. ശൗലിനോട് ശമൂവേലിന് ചിലത് പറയാനായിട്ടുണ്ട്. അതിന് കൂടെയുള്ള ഭൃത്യൻ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് വ്യക്തിപരമായിട്ട് ഇവിടെ ഇതാ ശൗലിനോട് ഇടപെടാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ഇത് മറക്കാൻ പാടില്ല. ഒരു ദൈവ പൈതൽ ദൈവ മുൻപാകെ തനിയെ നിൽക്കണം. ദൈവസന്നിധിയിൽ അവനെക്കുറിച്ചുള്ള അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അറിയേണ്ടതിന് കർത്താവിൻ്റെ മുൻപാകെ മറ്റെല്ലാം മാറ്റിവെച്ച് മറ്റെല്ലാവരെയും മാറ്റി മറ്റെല്ലാത്തിൽ നിന്നും അകന്ന് അല്പസമയങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവമുണ്ടോ എന്ന് പരിശോധിക്കണം. അവനവൻ്റെ കാര്യം പരിശോധിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ ലോകത്തിൻ്റെ കാര്യങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ദൈവശബ്ദം കേൾക്കാം എന്ന് വിചാരിക്കുന്നെങ്കിൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യബ്ബോക്ക് കടവിങ്കൽ യാക്കോബിനോട്
കർത്താവിന് തനിയെ ചിലത് പറയാനായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, മോശയെ ദൈവം മലയുടെ മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. ഹോരേബ് പർവ്വതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. നമുക്കറിയാം, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് ശൗലിനോട് തനിയെ ഇടപെടുന്നുണ്ട്. എന്തിനധികം പറയുന്നു, നമ്മുടെ പ്രാണനാഥനായ കർത്താവ് ഐഹിക ജീവിത കാലഘട്ടത്തിൽ രാത്രികളിൽ തനിയെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി പിതാവിൻ്റെ മുൻപാകെ ഇരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അങ്ങ് തനിയെ ദൈവത്തോടൊപ്പം ഇരിക്കണം. അത് തന്നെയുമല്ല, 27-ാം വാക്യത്തിൽ 3-ാമത്തെ കാര്യവും കാണുവാൻ കഴിയുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം എന്ന് പറഞ്ഞാൽ തിരക്കെല്ലാം മാറ്റിവെച്ച് ദൈവ മുൻപാകെ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ എനിക്ക് സമയമുണ്ട് കർത്താവേ, എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവണം. ഇവിടെ അങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം. നിനക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശൗലേ. നിന്റെ ഭവനത്തിലേക്ക് നിനക്ക് പോകാനായിട്ടുണ്ട്. രാജസിംഹാസനത്തിൽ നിനക്ക് പോകാനായിട്ടുണ്ട്. ഭൃത്യൻ നിനക്കായി കാത്തു നിൽക്കുന്നുണ്ട്. അനേക കാര്യങ്ങൾ നിനക്കുണ്ട്. പക്ഷേ നീ അല്പം നിൽക്കണം. കാരണം നിന്നോട് എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാനായിട്ടുണ്ട്. എത്രയോ നാളുകളായി കർത്താവ് നിന്നോട് അല്പം നിൽക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നീ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ മാറ്റിവെക്കാതെ ദൈവസന്നിധിയിലുള്ളത് മാത്രം മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഈ സമയം കർത്താവ് പറയുന്നത്, നിന്നോട് എനിക്ക് ചിലത് പറയാനായിട്ടുണ്ട്, എന്നാൽ നീ അല്പം നിൽക്കണം. ഇന്ന് ഈ സമയം ജീവിതത്തിൽ കർത്താവിനോട് പറയുവാൻ കഴിയുമോ, എൻ്റെ കർത്താവേ, ഞാൻ നിൽക്കാൻ മനസ്സുണ്ട്, എനിക്ക് നിൻ്റെ മുൻപാകെ കാത്തിരിപ്പാൻ സമയമുണ്ട്, എനിക്ക് അവിടുത്തെ ശബ്ദം കേൾപ്പാൻ മനസ്സുണ്ട്, ഞാൻ നിൽക്കാം കർത്താവേ, എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം, എൻ്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം തരണം, എൻ്റെ ആത്മീയമായ വരണ്ട സ്ഥിതി മാറ്റപ്പെടണം, എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനായി തീരണം, എനിക്ക് കർത്താവിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം. അതിന് അങ്ങ് പറയുവോളം ഞാൻ നിൽപ്പാൻ മനസ്സുള്ളവളാ. ആർക്കിത് പ്രാർത്ഥിപ്പാൻ കഴിയുമോ ആ വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. ആ വ്യക്തികളെയാണ് കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരല്പം നിൽക്കുക, ദൈവം മുൻപാകെ അല്പം നിൽക്കുക, ദൈവശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് കാത് കൊടുക്കുക, കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്യുക. അതിന് നീ തനിയെ സമയം വേർതിരിക്കുക. അധികാലത്ത് അരുണോദയത്തിങ്കൽ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ദൈവം നിന്നോട് സംസാരിക്കാതെ പോകുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ധന്യരായിത്തീരും. അവരുടെ കാലുകൾ ഇടറാതെ അവരുടെ ജീവിതത്തിൽ വഴി നടത്തുന്നൊരു ദൈവം നിങ്ങളെയും വഴി നടത്തുവാൻ, എന്നെയും നടത്തുവാൻ ശക്തനാ. ഈ ചിന്ത ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കാം. ദൈവം അങ്ങയെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.